ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർക്കും പ്രണാമം. ഇവിടെ ഇന്നത്തെ സെമിനാറിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധാകൃഷ്ണ സാറിന് നമസ്കാരം. പിന്നെ മറ്റ് പ്രബന്ധകർത്താക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന ജിജ്ഞാസുക്കളായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഈ തേവാര പദ്യങ്ങളിലെ സ്വരൂപ സംരചനയിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ തമിഴ് ദർശന സമന്വയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇത് കേട്ടതിന് ശേഷം അല്ല ഇനി സംശയങ്ങളായിട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷം പറയാവുന്നതാണ്. അപ്പൊ തമിഴിൻ്റെ ഒരു ദർശനത്തെക്കുറിച്ചുള്ള ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത് ശിവശതകത്തിലെ ഒരു ശ്ലോകം ഉണ്ടല്ലോ. അരുമറ നാലുമൊരിക്കൽ ഊതി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർണ്ണാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ശിവശതകം എന്ന് പറഞ്ഞ ഒരു കൃതി എഴുതിയിട്ട് അതിനകത്ത് ശൈവ സിദ്ധാന്തി അല്ലാതിരുന്ന തിരുവള്ളുവരെ കൊണ്ട് സരസ്വതി ദേവിയിലെ നാവിൽ മന്ത്രം അല്ലെ അറിവ് ചൊരിഞ്ഞ ആ തിരുവള്ളുവരുടെ ജ്ഞാനധാരയെ എനിക്ക് കൂടെ കാട്ടിത്തരണമെന്ന് പറഞ്ഞ ഒരു ഗുരുവര്യനാണ്. അപ്പൊ എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കാവോ? ശൈവ സിദ്ധാന്തത്തിനകത്ത് തിരുവള്ളുവരെ കൊണ്ട് പ്രതിഷ്ഠിച്ച ഗുരുവാണ് നാരായണ ഗുരു. അതാണ് സമന്വയത്തിന്റെ പാത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തമിഴ് സമന്വയം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് തമിഴിന്റെ ഒരു സമന്വയം കാണുവാൻ സാധിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്പിയാണ്ടാർ നമ്പി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. തമിഴ് തിരുമുറയെ ശരിക്കും പറഞ്ഞാൽ പകുത്തു വെച്ചതാണ് നമ്പിയാണ്ടാർ നമ്പി. അപ്പൊ നമ്പിയാണ്ടാർ നമ്പി 11ാം നൂറ്റാണ്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1 മുതൽ 7 വരെയുള്ള തിരുമുറ, അപ്പർ സംബന്ധ സുന്ദര അവിടെയൊക്കെ തേവാരം, അതിലെ തിരുവാചകവും തിരുക്കോവയാറും ഒക്കെ 8ഉം 9ഉമാണ്. പിന്നെ തിരുമന്ദിരം 3000ഓളം ശ്ലോകങ്ങളുള്ള തിരുമന്ദിരം 10ാമത്തെ തിരുമുറയാണ്. 11ാമത്തെ തിരുമുറയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കാരക്കലമ്മ, ചേരമാൻ പെരുമാൾ, അങ്ങനെ ഒരു 12 ഓതേഴ്സിന്റെ സോങ്ങാണ്. പിന്നെ 12ാമത്താണ് പെരിയ പുരാണം, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള 63 നയനാർമാരുടെ സിദ്ധിയാണ്, സിദ്ധന്മാരുടെ കഥയാണ് ശരിക്കും. അപ്പൊ ആ സിദ്ധന്മാര് ചെങ്ങന്നൂരും കൊടുങ്ങല്ലൂരും ഉള്ള 2 സിദ്ധന്മാരും അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് നോക്കുമ്പം പെരിയ പുരാണം കേരള സംബന്ധമാണെന്ന് കൂടി വരുന്നു എന്നുള്ളതാണ് ശരി. അപ്പൊ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു 13ാമത്തെ തിരുമുറയായിട്ട് ഗുരുവിന്റെ തേവാര പദ്യങ്ങളെ നമുക്ക് ചേർത്ത് വെച്ചാൽ ആ തിരുമുറയിൽ നമുക്ക് എന്തിനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. കാരണം തിരുമുറയിൽ ഉൾപ്പെടുത്താത്ത ഒരു ഗ്രന്ഥമാണ് ഒഴിവിലൊടുക്കം. എന്തുകൊണ്ടാണ് തിരുമുറയിലെ ഒഴിവിലൊടുക്കം ഉൾപ്പെടുത്താതിരിക്കുന്നത്? കാരണം ഒഴിവിലൊടുക്കം തിരുമുറയിലെ പല അനുഷ്ഠാനങ്ങളെയും നിരാകരിക്കുന്നുണ്ട്. ചരിയെ കഴുറ്റി, യോഗയെ കഴുറ്റി, അപ്പൊ ഇങ്ങനെ ഓരോ മാർഗങ്ങളെയെല്ലാം കഴുറ്റി ക്രിയയെ കഴുറ്റി ഇങ്ങനെ തട്ടി നിരാകരിച്ച് ഇതൊന്നും ആവശ്യമില്ല, ഇപ്പൊ ഇവിടെ ഒഴിയാമൽ ഒടുക്കം, ഇവിടെ ഇപ്പോൾ തന്നെ കൈവല്യം സാധ്യമാകുമെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. ചട്ടമ്പി സ്വാമികൾക്കും നാരായണ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥമാണ് ഒഴിവിലൊടുക്കം. അപ്പൊ അതുപോലെ ഇതിനെയെല്ലാം ഒഴിവാക്കുന്ന സാധനത്തിനെയും ഗുരുവും ചട്ടമ്പി സ്വാമികളും സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗുരുവിന്റെ തേവാര പദ്യങ്ങള് 13ാമത്തെ തിരുമുറയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒഴിവിലൊടുക്കത്തിനെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം 4ാമത്തെ പതികം എന്ന് പറയുന്നത് 4ാമത്തെ പതികം ശരിക്കും പറഞ്ഞാൽ ഒഴിവിലൊടുക്ക സംബന്ധമാണെന്ന് പറയാൻ പറ്റും. ഒഴിവിലൊടുക്കത്തിൽ പറയുന്നത് എന്താണ്? ശരിക്കും എല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് ഒഴിവിലൊടുക്കം പറയുന്നത്. എന്താണ്? നമുക്കിപ്പോ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ഒക്കെ കാലിലെ മുള്ള് ഒന്നും കൊള്ളാതൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ മുഴുവൻ പരവതാനി വിരിച്ച് മുകളിൽ മേലാപ്പ് കെട്ടിയൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഒഴിവിലൊടുക്കം പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ഒരു ചെരുപ്പും ഒരു കുടയും. ഇത്രയും സെമിനാറുകളിൽ കേൾക്കുന്ന കാര്യങ്ങളിലെ ഒരു ചെരുപ്പിനും കുടയുടെ ഉപയോഗമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ജീവിത ഗന്ധമുള്ളതായിരിക്കണം ദർശനം. അദ്വൈത ദർശനം ജീവിത ലോക സമാധാനത്തിനെന്ന് പറയുമ്പോൾ ആ ദർശനം നമുക്ക് സമാധാനം ഉള്ളതായിരിക്കണം. ആ ദർശനം നമുക്ക് സമാധാനം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ യോഗവാസിഷ്ടത്തെ കുറിച്ച്, മനസ്സിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അത് ശ്യാമവേല ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? മൃത്യുവിലും നല്ലൊരു ഉത്സവത്തിങ്കിലും യുദ്ധം ഭയങ്കരം നേരിട്ടിടുമ്പോഴും ഏതൊരു മർത്യന്റെ മാനസം ആകുലം ഏതുമേ കൂടാതെ ചന്ദ്രബിംബം പോലെ
സ്വച്ഛമായിട്ടിരുന്നിടുന്നു രാഘവ, നിശ്ചയമായവൻ ശാന്തനായിടുന്നു. ആരാണ് ശാന്തൻ എന്നുള്ള ആദ്യമായിട്ട് ഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? യോഗവാസിഷ്ടത്തിലാണ്. അല്ലാതെ പാശ്ചാത്യ മനഃശാസ്ത്രത്തിലൊന്നും ശാന്തനെ അവതരിപ്പിക്കുന്നില്ല. ഇവിടെ ശാന്തനെ മൃത്യു വരുമ്പോഴും ഉത്സവം വരുമ്പോഴും ഒക്കെ ഏക മനസ്സോടുകൂടി ആർക്കാണോ ഇരിക്കാൻ പറ്റുന്നത് അവനാണോ ശാന്തൻ എന്ന് യോഗവാസിഷ്ടത്തില് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ അതേപോലെ ഇപ്പൊ ഞാനിപ്പോ ഇത് അവതരിപ്പിക്കുമ്പോ ഇതിന്റെ വലിയൊരു സംരംഭം കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് തേവാര പദ്യങ്ങളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ അടുത്തൊരു സുഹൃത്ത് കവി മുട്ടം CR ആചാര്യയെ നിർബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഉറക്കമൊഴിച്ച് ഇന്നലെ കൊണ്ടാണ് തേവാര പദ്യങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും ആ കൃതി ഉടനെ തന്നെ നമുക്ക് പുറത്തിറങ്ങുന്നതായിരിക്കും. അതിന് എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഉണ്ട്. കാരണം ഒറിജിനൽ കൃതി ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതിൽ ചില ശ്ലോകങ്ങൾ അത് എഴുതിയിട്ടുള്ളത് കൂടെ ഞാൻ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് തിരുക്കുറലില്ല, ഒഴിവിലൊടുക്കമില്ല. ഇപ്പൊ തിരുക്കുറലും ഒഴിവിലൊടുക്കത്തിനെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തില് ഒരു തമിഴ് സമന്വയം നമുക്ക് നടത്താൻ പറ്റുന്നത് ഇതിലൂടെയാണ്. തേവാര പദ്യങ്ങളുടെ ആ 50 ശ്ലോകമുള്ള ഒരു കൃതിയെ നമുക്ക് തിരുമുറയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 50 ശ്ലോകങ്ങളുള്ള ഒരു കൃതിയെ തിരുമുറയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം 3000-4000 ഒക്കെ ഉള്ളൊക്കെ അവിടെ കിടക്കുന്നു. അപ്പൊ അത് പറ്റുമോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് വഴിയില്ല, നമുക്ക് നോക്കാം അങ്ങനെ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഈ ശരിക്കും ഈ തമിഴ് ദർശനം ഇപ്പൊ നമുക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സംസ്കൃതമായിട്ട് ഗുരുവിനെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ഗ്രന്ഥ സമുച്ചയം ഉണ്ടായി. ഇതുവരെ 100 വർഷമായിട്ടും ചർച്ച ചെയ്യാത്തത് തമിഴ് മേഖലയാണ്. അപ്പൊ തമിഴിന് നമുക്കിപ്പോ എനിക്കൊന്ന് അത്ര ഒരു വിലയൊന്നുമില്ല. തമിഴൻ, പാണ്ഡ്യ, നമ്മളൊക്കെ അല്ലേ ശരിക്കും പാണ്ഡ്യകളാണ്. ശരിക്കും ഒറിജിനലി റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആരാണ്? പാണ്ഡ്യകളാണ്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇതിലോട്ടൊക്കെ ഒരു ഓറിയന്റേഷൻ വരുന്നത്. എന്നാലും നമ്മുടെ അഭിമാന ബോധം കൊണ്ട് നമ്മൾ സംസ്കൃതവും മലയാളവും മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വലിയ മഹാത്മാക്കളാണെന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു അദ്വൈത രഹസ്യം പറഞ്ഞാൽ നമുക്കത്ര സ്വീകാര്യമല്ല. അതിനെ അല്പം കൂടെയൊക്കെ അല്ലേ ശരിക്കും ഒന്ന് ശാസ്ത്രയുക്തമായിട്ടൊക്കെ പറയുമ്പോൾ അതായിക്കോട്ടെ, അത് സംസ്കൃതത്തിന്റെ പാതയാണ്. പക്ഷെ തമിഴിന്റെ പാത അതല്ല. തമിഴിന്റെ പാത എന്താണ്? ഡയറക്റ്റ് അറ്റാക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തിരുക്കുറൽ പറയും, പറ്റുക പറ്റിനെ പറ്ററ്റ അപ്പറ്റെ, പറ്റുക പറ്റൽ വിടർക്ക്. ഒറ്റ കാര്യമില്ല, പറ്റ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് ആധ്യാത്മിക ചിന്തയെ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് തിരുക്കുറലിലെ ഇത്. പറ്റുക പറ്റിനെ, നിങ്ങൾ പറ്റുക. ഏതിനെ പറ്റുക? പറ്റിനെ. നിങ്ങളുടെ പറ്റിനെ അറിയാമല്ലോ. പറ്ററ്റ ആ പറ്റ, ഒരു പറ്റുമില്ലാത്ത ആ പറ്റിനെ പറ്റുക. പറ്റൽ വിടർക്ക്. പറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മോക്ഷം ഉണ്ടാകുന്നതിന്, നിങ്ങൾക്ക് യോഗിയാകുന്നതിന് എന്ത് ചെയ്യുക? ഈ പറ്റുക പറ്റിനെ. പറ്റുക പറ്റിനെ പറ്ററ്റ ആ പറ്റെ, പറ്റുക പറ്റൽ വിടർക്ക്. ഇതൊക്കെ ശരിക്കും വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ തേവാര പദ്യങ്ങൾ എന്ന് പറയുന്നത് വെറും ദർശനം മാത്രം അവതരിപ്പിക്കുന്നതല്ല, ഈ ആത്മോത്സവത്തിന്റെ ശൈലിയുമല്ല. അതങ്ങനെ ശരിക്കും ശിവനെ നായേൻ, ഞാൻ ഒരു നായാണെന്നൊക്കെ പറയുകയാണ്. തേവാര പദ്യങ്ങളിലൊക്കെ അങ്ങനെ പറയും, നായാണെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കാവുള്ളൂ, ഈ തേവാര പദ്യങ്ങൾ പഠിക്കാവൂ. നായേൻ, ഞാൻ വെറും നായാണ്, കാരണം എനിക്കിതൊന്നും വായിക്കാൻ അറിയത്തില്ല ഗുരു പറഞ്ഞ്. എന്നിട്ട് നമ്മള് നായൊന്നും അല്ല, ഒത്തിരി വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്നു. നമ്മളെന്താണ്? ഗുരു പറയുന്നത് എന്താണ്? വെറും നായാണ്, ഏഴയാണ് ഞാനെന്ന് നമ്മൾ പറയുന്നു. ഗുരുവിന്റെ ശിഷ്യഗണങ്ങളായ നമ്മളെല്ലാം എന്താണ്? ഇത്തിരി വലിയ ഞാനാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. ഈ ഒരു മാറ്റമാണ് തേവാര പദ്യങ്ങളിലൂടെ നമ്മളെ ഗുരു പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ തേവാര പദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഈ തമിഴ് സമന്വയത്തിന്റെ കാര്യം പറഞ്ഞാൽ പിണ്ടനന്ദി, അറിവ്, അലികമ്പ ദശകം, ജീവകാരുണ്യ പഞ്ചകം, അഹിംസ, സ്വാനുഭവ ഗീതി, ശിവശതകം, തേവാര പദ്യങ്ങൾ, ആത്മോദശതകം, കുണ്ടലിപ്പാട്ട്, ഇതിലെല്ലാം തന്നെ തമിഴിന്റെ സ്വാധീനം ഉണ്ടെന്നുള്ള, ദൈവദശകത്തിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ശൈവ സംഭവം, തമിഴ് സംബന്ധമാണ്. തമിഴ് സമന്വയം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഭൂമികയിലാണ് ഗുരുവിന്റെ ദർശനം അവതരിപ്പിക്കുന്നത്. വെറും സംസ്കൃതത്തിലെ ഉപനിഷത്ത് യുക്തി രഹസ്യം ഓർത്തിടണമെന്ന് പറയുന്നത് മാത്രം വെച്ചിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണാതെ തമിഴിന്റെ ഭൂമികയിലേക്ക് ഒരു ഓപ്പണിങ് കൊടുക്കുക. ഇതൊന്നും അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല.
മറ്റേ വള്ളലാറും അവരൂരൊക്കെ വലിയ വലിയ യോഗികൾ, ആയിരക്കണക്കിന് യോഗികളുണ്ടെന്ന് തോന്നുന്നു. 63 പെരിയ പുരാണത്തിലെ യോഗികളെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ എത്രയെത്ര യോഗികൾ നടന്ന സ്ഥലമാണ് ഇത്. തമിഴ്നാട്ടിലുള്ളവർക്ക് പോലും കാര്യമായിട്ട് ഇപ്പൊ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സംവാദങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ ഗുരുവിന്റെ ഒരു തിരുമുறை വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പറ്റുന്നത്? അവിടെ നമുക്ക് ഉപനിഷത്ത് ദർശനം, അദ്വൈത ദർശനം വെച്ചിട്ട് എന്തിനെ സ്വീകരിക്കാൻ പറ്റും? നമുക്ക് ശൈവ സിദ്ധാന്തത്തിന്റെ ഗുരുക്കന്മാരും തേവാരത്തിനെയും 12 തിരുമുറയെ സ്വീകരിക്കാൻ പറ്റും. ഇതെല്ലാം വേണ്ട പോഴത്തരമാണ്, ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്ന ഒഴിവിലൊടുക്കലത്തിനെ സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിനെ തൊഴാതെ ആത്മനാഥനെ തൊഴുതെന്നും എഴുന്നേൽപ്പുകൾ പെയ്യെന്ന് ചൊല്ലിയിടും മഴ പെയ്തിടും എന്ന് പറയുന്ന ദൈവത്തിനെ തൊഴണ്ടെന്ന് പറയുന്ന തിരുക്കുറലിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ പിന്നെ സമന്വയമായില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സമന്വയിക്കേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല. ഉപനിഷ യുക്തി രഹസ്യം ഓർത്തിടയണമെന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ ഉപനിഷത്ത് ഇതിനകത്തുണ്ടോ? തമിഴിലൊരു ഉപനിഷത്തുണ്ട്. ഏതാ ഉപനിഷത്ത് എന്നറിയോ? തമിഴിലെ ഉപനിഷത്ത്. തമിഴിൽ ഒരേ ഒരു ഉപനിഷത്തേ ഉള്ളൂ. അത് ഏതാണ്? തമിഴിൽ ഒഴിവിലൊടുക്കമാണ് തമിഴ് ഉപനിഷത്തായിട്ട് അറിയപ്പെടുന്നത്. കാരണം കാമ്പ് മാത്രമേ പറയുന്നുള്ളൂ, വേദാന്തം മാത്രമേ പറയുന്നുള്ളൂ. അത് ഏതിന്റെ ഉപനിഷത്താണ്? തിരുമന്ദിരം എന്ന് പറയുന്നത് വേദമാണെങ്കിൽ ഒഴിവിലൊടുക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ വേദാന്തമാണ്. ഒഴിവിലൊടുക്കം വേദാന്തപരമായ ടെസ്റ്റാണ്. ആ വേദാന്തം വെച്ചിട്ട് നമ്മൾ മുകളിലോട്ട് എന്ത് ചെയ്യുക? പോയി 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 പറയുമ്പോൾ പലയിടത്തും പല ഭാഷകളിലും പല ജ്ഞാനഗുരുക്കന്മാരും പല ദാർശനികന്മാരും സൂചനകൾ നൽകുന്നുണ്ട്. ഓരോന്ന് ഇതൊന്നും അല്ല ശരി, ഇതല്ല ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരുമന്ദിരത്തിലും പറയുന്നു ഉള്ളത്തിലുള്ള ഉനപല തീർത്ഥങ്ങൾ. എന്നിട്ടും കൈലാസത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉനപല തീർത്ഥങ്ങൾ ഉണ്ടെന്ന് ശൈവ ടെസ്റ്റ് പറയുന്നു. അപ്പൊ ശരിക്കും അമ്പലത്തിൽ കൂട്ടിയടച്ചിരിക്കുന്ന ഒരു ശിവനെ അല്ല നമ്മളിവിടെ കാണുന്നത്. പിണക്കാടൻ പെരും പിത്തനെയാണ് നമ്മൾ കാണുന്നത്. ആ ശിവനും ഈ ശിവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം, പൊടിയൊന്നും പറ്റാൻ പാടില്ല. അതിനകത്തോട്ട് കയറുമ്പോൾ വൃത്തിയും എടുപ്പും ഇതൊക്കെ വേണം. ശരിക്കുള്ള ശിവന് വൃത്തിയും എടുപ്പൊന്നും ഇല്ല. അപ്പൊ ശരിക്കും ഭസ്മൊക്കെ പൂശിയ ഒരു മാതിരിയായിട്ടുള്ള ഒരുത്തനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു മാതിരി ശിവനെയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? തേവാരപ്പദ്യങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പൊ അതും ഇതുമായിട്ട് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കണ്ടാൽ ഇതിന്റെ ശരിക്കുള്ള ഒരു സ്വരൂപം നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ ചെമ്മേനി ശിവപെരുമാൻ ചിരമാലയണിந்து ചെങ്കോൾ ചെലുത്തി ചെമ്മാന്തിരം വേററുപ്പോൻ തിരുമന്ദിരത്താൽ ചെമ്മൈ ചെരുക്കറുപ്പോൻ. പെമ്മാൻ, പെണ്ണിനെ പകുതിയാക്കവൻ. എന്തൊക്കെ ചീത്ത വിളിക്കുന്ന പോലെയാണ് അല്ലേ? പെമ്മാൻ പിണക്കാടൻ എന്നും പിണത്തിൽ നൃത്തം ചെയ്യുന്ന പെരും വിത്തനെന്നും ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത്. നമ്മളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നമുള്ളവരെയൊക്കെ ഭ്രാന്തൻ എന്ന് പറയും. ഈ നാരായണ ഗുരു ശിവനെ വിളിക്കുന്ന എന്താണ്? പെരുംപിത്തൻ എന്നാണ്. പെരുംപിത്തൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഭ്രാന്തിന്റെ അങ്ങേ അറ്റത്ത് കടന്നിരിക്കുന്നവൻ. അത് ശരിക്കുള്ള ഭ്രാന്ത് വരുന്നവന് മാത്രമേ ദർശനം ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും ഒരു ഭ്രാന്തനാകാനുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. ശരിക്കുള്ള നോർമലാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു പോക്കിനെ അല്ല ശൈവ സിദ്ധാന്തം വിഭാവന ചെയ്യുന്നത്. എന്താണ്? ഇതുവരെയുള്ള എന്നെ തട്ടിത്തെറിപ്പിച്ച് ഒരു പെരുംപിത്തനാകാനുള്ള പെരുംപിത്തൻ നമ്മുടെ റോൾ മോഡലാണ് ശിവൻ. റോൾ മോഡലാണ്. അപ്പൊ ഇങ്ങനെ ഒഴിവിലൊടുക്കത്തില് ഈ ഒറ്റ പുസ്തകം പല രഹസ്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ഒഴിവിലൊടുക്കം. അപ്പൊ തേവാരപ്പദ്യങ്ങൾ അതേ ജ്ഞാന പാരമ്പര്യത്തിലുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് 50 ശ്ലോകങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 4-ാം പദ്യത്തിലൊക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെതായിട്ടുള്ള ഒരു ശിവസായുജ്യത്തിന്റെ പദ്യം. അപ്പൊ ഞാനിത് 5 പദ്യങ്ങളായിട്ട് ഇട്ടപ്പോൾ ഞാൻ ഒരു പേര് സ്വരൂപ സംരചനയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒന്നത്തേത് നൈനാർ പദ്യമാണ്. നയനാർമാരുടെ അല്ലെ സിദ്ധന്മാരുടെ ഒക്കെ പ്രാർത്ഥിക്കുന്ന പദ്യമാണ്. പ്രാർത്ഥനയൊക്കെ തീരും, ശിവനൊക്കെ തീരുന്നു, ശിവനെ വെട്ടി മാറ്റുകയാണ്. 3-ാം പദ്യം കഴിഞ്ഞാൽ പിന്നെ ശിവനെ ഇല്ല. പിന്നെ 4-ാം പദ്യത്തിന്റെ 5-ാം പദ്യത്തിന്റെ അവസാനം മാത്രമേ ഉള്ളൂ ശിവൻ. 4-ാം പദ്യത്തിലുള്ള ശിവനില്ല. ശിവനില്ലാതെ എങ്ങനെയാണ്? അതാണ് അദ്വൈത രഹസ്യ, അദ്വൈത ചിന്തയെ ശൈവ സിദ്ധാന്തത്തിൽ സന്നിവേശിപ്പിക്കുന്ന കൃതിയാണ് തേവരപദ്യങ്ങൾ. അപ്പൊ 4-ാം പദ്യം എന്ന് പറയുന്നതിനകത്ത് ശൈവ സിദ്ധാന്തവും അദ്വൈത വേദാന്തവും ഒന്നിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പദ്യത്തിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ബ്രഹ്മസായുജ്യ പദ്യമെന്നോ ശൈവ സിദ്ധാന്ത പദ്യം, ബ്രഹ്മസായുജ്യം എന്ന് പറയുന്നത് ശിവസായുജ്യ പദ്യം 4-ാം പദ്യം. 4-ാം പദ്യം എന്ന് പറയുന്നത് എന്താണ്? ശിവസായുജ്യ പദ്യമാണെന്നും പറയാം, പിന്നെന്താന്ന് പറയാം? ബ്രഹ്മസായുജ്യ പദ്യമാണെന്നും പറയാം. ഇതൊരു ട്വിസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശൈവ സിദ്ധാന്തത്തിൽ ശിവൻ എല്ലാ യോഗിയായാലും പിന്നെ അപ്പുറത്ത് വീണ്ടും ശിവൻ ഇപ്പോൾ ഉണ്ട്.
ഇപ്പൊ ഉപനിഷത്ത് രഹസ്യത്തില് ബ്രഹ്മത്തോട് ബ്രഹ്മം ചേർന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രഹ്മത്തിനെ നോക്കിയാൽ കാണത്തില്ല. പക്ഷെ ശൈവ സിദ്ധാന്തത്തിൽ ശിവൻ എപ്പോഴും അബ്സല്യൂട്ടായിട്ട് അവിടെ ഉണ്ടാകും. ആ ശിവൻ ഉണ്ടാകും. പക്ഷെ ഇവിടെ ആ അബ്സല്യൂട്ട് ശിവനെ പോലും കാണുന്നില്ല. വാനറ്റു മണ്ണിലരി പെരുപ്പറ്റു വനന്തിജയ് കുറ്റമറ്റ് കാനറ്റു കാലചക്ര ഭ്രമമറ്റു കതിരൊളിവായി ജ്ഞാന കനൽക്കരിയറ്റു ഞാതിർഗുരു മൂലമറ്റ് മാനങ്ങളറ്റ് മഹാമൗനമൻ കൺമണി ദൈവമേ. അപ്പൊ അങ്ങനെ മഹാമൗനത്തിൽ പോയപ്പോ ശിവൻ എവിടെ പോയി? ശിവൻ ശരിക്കും പറഞ്ഞാൽ ആ മഹാമൗനത്തിൽ ശിവന് ലയിച്ചു പോയി. അങ്ങനെ ഒരു ലയനം നമുക്ക് തമിഴിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്പിയാണ്ടൻ നമ്പിക്ക് ശേഷം തമിഴ് ആധ്യാത്മിക ദർശനത്തിൽ ഒരു സമന്വയത്തിന്റെ പാത കൊണ്ടുവരുന്നത് നാരായണ ഗുരുവാണെന്ന് നിസ്സംശയം പറയാം. അല്ലാന്നുള്ളവർ വേണമെങ്കിൽ ഇത് മാറ്റി വേറെ തരത്തിൽ പഠിച്ചിട്ട് ചിലപ്പോൾ അല്ലാതെ സ്ഥാപിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്നും സാധിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ തമിഴ് ദർശന സമന്വയത്തിന്റെ വലിയൊരു പാതയൊരുക്കലാണ് ഏത് കൃതി എന്ന് പറയുന്നത്, ഈ തേവാര പതികങ്ങൾ എന്ന് പറയുന്ന കൃതി. അപ്പൊ അതിനകത്ത് 4-ാം പതികം നമുക്കറിയാം എന്താണ്? വാണറ്റ് മണ്ണ് നെരി പെരുപ്പറ്റു 30 മുക്കോടിയറ്റു മുമ്മൂർത്തികൾ ഭേദമറ്റ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരനൊക്കെ നിരാകരിക്കുകയാണ്, എല്ലാം പോയി. ബ്രഹ്മവിഷ്ണു അല്ലെ മുമ്മൂർത്തികൾ ഭേദമറ്റു കർപ്പിത ദ്വൈത പ്രപഞ്ചം. കൽപ്പിച്ച് നമ്മൾ ഇത് പ്രപഞ്ചം ഇതുള്ളതാണോ? എനിക്ക് ഇങ്ങനെ ഇരുന്ന പ്രബന്ധമൊക്കെ അവതരിപ്പിച്ചവരൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷം ഇവിടെ കണ്ടവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ ഇന്ന് നാളെ ചിലപ്പോൾ കാണുന്നില്ല. ഇതൊക്കെ ശരിക്കും കർപ്പിത ദ്വൈത പ്രപഞ്ചമാണ്. ഈ ദ്വൈത പ്രപഞ്ചമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഗുരുകുലത്തിലെ സെമിനാർ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇത് പ്രപഞ്ചമായിട്ട് പിന്നെ ഈ കാനൽ കമലത്തിനെ ശരിക്കുള്ള കമലമായിട്ട് കണ്ട് അനുഭവിച്ച് പിന്നെ ഒരാളോട് ചിരിക്കാതെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതാണ് ഈ സെമിനാർ എന്നൊക്കെ വിചാരിച്ചാൽ ഏറ്റവും വലിയ അക്ഷന്തവ്യമായ തെറ്റാണ്. ഇപ്പൊ നമുക്ക് 10 വർഷത്തിന് മുമ്പ് സെമിനാർ അവതരിപ്പിക്കുമ്പോൾ ചിരിക്കുന്നതിനെക്കാളും നല്ലതായിട്ട് ഇപ്പൊ ചിരിക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടൽ വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ചിരിക്കാൻ കഴിയണം. അപ്പൊ കാണുന്നവരെയൊക്കെ തേവാര മൊമെന്റ്, ഇപ്പൊ ഞങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഓരോ ഇൻസ്റ്റൻസിനെയും മൊമെന്റുകളാക്കി മാറ്റുന്നുണ്ട്, കർമ്മയോഗി മൊമെന്റ്സ്. അപ്പൊ കർമ്മയോഗിയായിട്ട് ഇങ്ങനെ ഓരോ മൊമെന്റ്സിനെ ഹാപ്പിനെസ് ഇന്നർ ഫ്രൂട്ട്സോ ഔട്ടർ ഫ്രൂട്ട്സോ ഉള്ളവരായിട്ട് മാറ്റുക. അപ്പൊ ഓരോ മൊമെന്റും എങ്ങനെയുള്ള മൊമെന്റുകളാക്കി മാറ്റണം? തേവാര മൊമെന്റുകളാക്കി മാറ്റണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അവിടെ വലിയ സംഭവമാണ്, അങ്ങനെ മാറ്റാൻ പറ്റും. ചെറിയൊരു സംഭവം കൊണ്ട് വലിയൊരു കാര്യം പറയാൻ ആർക്ക് പറ്റും? ശൈവ സിദ്ധാന്തത്തിന് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് വെറും ഭസ്മം പൂശിയാൽ നിങ്ങൾക്ക് ജ്ഞാനം വരുമെന്ന് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് പറയുന്നുണ്ടോ? ഭസ്മം പൂശി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഭസ്മം പൂശുന്നതിനെ കുറിച്ചുള്ള ശ്ലോകം. ഇതൊക്കെ റെപ്പറ്റീഷനായിട്ട് തോന്നാൻ എന്നാലും ഞാൻ പറയുകയാണ്, ഭസ്മം പൂശുന്നതുകൊണ്ട് ജ്ഞാനം വരുമോ? ആ ഭസ്മം എങ്ങനെയാണോ ശിവൻ പൂശിയത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ പൂശിയാൽ എന്തുവരും? ജ്ഞാനം വരും. അതാണ് ശൈവസിദ്ധ. കങ്കാളൻ പൂശും കവശ തിരുനീറ്റ് എന്ന് തിരുവനന്തപുരം പറയുന്നത്. കങ്കാളൻ പൂശും കവശ തിരുനീറ്റ് മങ്കാമർ പൂശി മകിഴ്വരെ യാമാകി മായാതെ ഫുള്ള് പൂശിയാൽ തങ്ക വിനയകളും ചാരും ശിവഗതി. നിങ്ങളുടെ ഉള്ളിലെ വിനകള്, നിങ്ങളുടെ ചുറ്റുമുള്ള വിനകളെല്ലാം ഇല്ലാതാകും. ചാരും ശിവഗതി, ശിവന്റെ ഗതി നിങ്ങൾ പ്രാപിക്കും. ഇത് ആര് പറയുന്നതാ? മഹാഗുരുവായ തിരുമൂലർ പറയുന്നതാണ്. അപ്പൊ കങ്കാളൻ പൂശും കവശ തിരുനീറ്റ് മങ്കാമർ പൂശി മകിഴ്വരെ യാമാകി തങ്ക വിനയകളും ചാരും ശിവഗതി സിംഗാരമാന തിരുവടി ചേർവരെ. ഇതിന്റെയൊക്കെ ബേസിൽ വേണം എന്തിനെ കാണേണ്ടത്? അപ്പൊ ഗുരുവിന്റെ തേവാര പതികങ്ങൾ എന്ന് പറയുന്നത് 3000 ശ്ലോകങ്ങളിലെ തിരുമന്ദിരത്തിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ്. കണ്ണുടെ വള്ളലാരുടെ ഒഴിവിലൊടുക്കത്തിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. തേവാരങ്ങളിലേക്കുള്ള ഓപ്പണിംഗ്. അപ്പൊ തിരുമുറയ്ക്കകത്തുള്ള ഒരു ടോട്ടൽ ഓപ്പണിംഗ് നമുക്ക് ഇതിലൂടെ സാധിക്കും. ഉപനിഷത്ത് ദർശനത്തിലേക്കുള്ള ഒരു ഓപ്പണിംഗ് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ സമന്വയത്തിന്റെ കിട്ടിയെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഒരു നമ്പറാണ് ഈ ഒപ്പിച്ചുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നലേ ഉള്ളൂ. ശരിക്കുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ശരിക്കും. അപ്പൊ എന്തായാലും ഇതിന്റെ മലയാളത്തിലേക്കാക്കിയ ഒരു ശ്ലോകം എന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം, നമ്മുടെ ഒരു കവി, മലയാളത്തിലേക്ക് ഈ ശ്ലോകത്തിനെ ആക്കിയിട്ടുണ്ട്. എന്താ ആശാനെ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതുവരെ ഇത് എന്ത് സാധനമാണ്, ഇതിന്റെ ഒരു തമിയെ തവം ചെയ്തറിയേൻ ചപാനായകർ ചന്നിധിക്കേ ദിനവും കവിയേൻ കടൽ കണ്ടു കൈകൂപ്പി കടൽ കണ്ണീർ വാർത്തു കനിന്തുമിലേൻ നാവിൻ മാലെ പുനൈന്തുമിലേൻ
നാൽവർ നാവലർ ചൂടും തിരുവടിക്കും ഭൂമീതനയെ വകുത്തായി പുലൈനായേൻ പിഴയ്പതെങ്ങൻ പുകൽവായ്. ഈ ശ്ലോകം മലയാളത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. സത്സംഗത്തിൽ അറിഞ്ഞതില്ല തപവും ചെയ്തിട്ടറിഞ്ഞില്ല ഞാൻ, നിൻ സാന്നിധ്യം അറിഞ്ഞിടാൻ ദിവസവും കുമ്പിട്ടു വന്നില്ല ഞാൻ. കൈകൂപ്പി സവിതം ചിദംബര കട കണ്ണീരു വാർന്നിട്ടുമീ ഉള്ളം പോലും അലിഞ്ഞതില്ല ഹരനെ നിൻപാദ പത്മങ്ങളിൽ. തൃപ്പാദത്വയമേറ്റിതൻ തലകളിൽ ചൂടുന്ന ഗീതങ്ങളാം ഹാരം തീർത്തത് 4 പേരു തമിഴിൽ കാവ്യത്തിലെ പുങ്കവർ. മാണിക്യം തിരുஞாനരപ്പരതുപോൽ സുന്ദർ സുഗീതർ ഇവർ. ആരെ പോലെയുമല്ല നായയതു ഞാൻ രക്ഷയ്ക്കു വാക്കോതിടും. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കവി മുട്ടാചാര്യ വൃത്തശാസ്ത്രം വെച്ചിട്ട് കവിത എഴുതുന്ന അദ്ദേഹത്തിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട ഏത് സാധനം കൊടുത്താലും കവിതയാക്കുന്ന ഒരു അത്ഭുത സിദ്ധി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പറഞ്ഞപ്പം എന്തായാലും ഇന്നലെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉറക്കം തീർന്നു. ഇനി അത് എഡിറ്റിംഗ് വർക്കേ ഉള്ളൂ. ഏതായാലും 80 ശ്ലോകങ്ങളായിട്ടാണ് 50 ശ്ലോകങ്ങൾ അല്ല 90 ശ്ലോകങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 10 ശ്ലോകം കൂടെ വേണേ സ്വന്തമായിട്ട് ശിവസ്തുതിയായിട്ട് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് 100 ആക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യാന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയൊരു സംരംഭമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത്. ഞങ്ങൾ പോയിരുന്ന് ചർച്ച ചെയ്യുകയും അത്യാവശ്യ സംവാദമൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ. തിരുജനം തിരുട്ട് തിരുച്ചിയങ്ങളറ്റ് ദിഗംബരിയായി എന്ന് പറഞ്ഞ യോഗി അവതരിപ്പിക്കുന്ന ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ 4-ാം പദ്യത്തിൽ 1-ാം ശ്ലോകം. ആ യോഗിയാ. ആ യോഗി ശിവനാണോ എന്ന് ചോദിച്ചാൽ ശിവനാണെന്ന് പറയാം, മഹായോഗിയാണെന്ന് ചോദിച്ചാൽ യോഗിയാണെന്ന്. ഏതാണെന്ന് നമുക്ക് തിരിച്ചു അങ്ങോട്ട് പറയാൻ പറ്റാത്തത്. തിരുജനം തിരുട്ടി തിരുജിയങ്ങളറ്റ് ദിഗംബരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം ബലി കൊടുത്ത് തുരിചറച്ചുട്ടു തത്വങ്ങളറ്റ് തനി മുതലായി കരിജനം കണ്ട കറൈ കണ്ടരൻ കുലദൈവതമേ. ആ നീലകണ്ഠനെ കുറിച്ച് പറയുകയാണ്. ദർശനം വിളി കാഴ്ച എന്നിവ ഭേദമില്ല ദിഗംബരൻ ആയി ദേശമതാകെ ധാവനനായി ജീവതുജ്ഞാനികൾ സ്വന്തമുള്ളവതാർക്കു തർപ്പണമേകി പോകുകയാണവർ. പാപദോഷവും അത്തലും ചുടുതീയിലിട്ടു കരിച്ചത തത്വഭേദ അവയ്ക്കതീതമായി കേവല സത്യമായി ആരെയാണോ അതിനു ദർശനമായി കണ്ടതുമായവർ. അപ്പൊരുൾ കറ കണ്ട ദേശമണച്ച തൻ കുലദേവനെ മാത്രമേ തെളിവായെടുത്തിക ഉള്ളിലൻ കുലദൈവതം. ഇതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ട്രാൻസ്ലേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ പല ഞാൻ 1-2 ശ്ലോകങ്ങൾ മാത്രം എടുത്ത് എഴുതിയതിന്റെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ആദ്യത്തെ പദികം മണിമധ്യം എന്ന വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. 2-ാം പദികം ശാർദൂല വിക്രീഡിതം, 3-ാം പദികം മദനാർത്ഥ എന്ന് പറഞ്ഞ വൃത്തത്തില്, 4-ാം പദികം മല്ലിക എന്ന വൃത്തത്തില്, 5-ാം പദികം വസന്ത തിലകം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. 5-ാം പദികത്തിലെ ഒരു 10-ാമത്തെ ശ്ലോകം ഭയങ്കര ഗംഭീര ശ്ലോകമാണ്. ഈ ഇതിന്റെ കാച്ചി കുറുക്കിയ ഒരു ശ്ലോകം. എന്തക്കണത്തിനെതിരെ യമൻ വലയിൽ പിണിപ്പറ്റ് അന്ധക്കണം അഹങ്കാര ജ്ഞാനപ്രകാശമുണ്ടായി എന്തക്കണങ്ങളും എട്ടാതിണയിൽ പരശിവത്തിൻ കന്തക്കമല മലപ്പദം ഈ രണ്ടും കെതി നമുക്ക്. ഇത്ര ചെറിയൊരു സാധനമാണ്. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തക്കണത്തിനെതിരെ ടെമൻ വലയിൽ പിണിപ്പറ്റ് അന്ധക്കണം അഹങ്കാര ജ്ഞാനപ്രകാശമുണ്ടായി എന്തക്കണങ്ങളും എട്ടാതിണയിൽ പരശിവത്തിൻ കന്തക്കമല മലപ്പദം ഈ രണ്ടും കെതി നമുക്ക്. ഏതു ക്ഷണത്തിലമരാജനണിഞ്ഞുവോ നിൻ തൃക്കണ്ണിനാലെ എതിരായിടായ അക്ഷണത്തിൽ ജ്ഞാനപ്രകാശ വലയാല കണക്കുകൂട്ടൽ എല്ലാ തരത്തിലും അലിഞ്ഞവ യമദേവനപ്പോൾ പോയാൽ തിരിച്ചു വരവാകരുതത്തരത്തിൽ ഞാനെന്ന ഭാവഗതി നിന്നിൽ അലിഞ്ഞു ചേരെ അംബോജ ഗന്ധ സമ മംഗള രൂപപാദം രണ്ടാണു നമ്മിൽ എവിടെയോരാശ്രയം താൻ. ഭയങ്കര ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഇന്നലെ പോലും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ശ്ലോകം എഴുതിയതിനു ശേഷം. അതുപോലുള്ളൊരു ശ്ലോകമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ തീയേ തിരുനീറണിയും തിരുമേനി തിങ്കളൊളിമിളിരും നീയേ നിലയക്കടലിൽ കരിമഞ്ചനം ചെയ്യാതരുൾ പുരിവായി കായും പുനലും കനിയും കനൽവാ ദൈവത്തെ നിന്നെ തരുന്തി കണ്ണീർ പായും പടി പടിയിൽ പരമാനന്ദം പെയ്യും പരം ചുടരെ. അത് ഞാൻ പറഞ്ഞിരുന്നു. തീയും തീയതിലൂടെ
വന്നു ഉലകം ശോഭിച്ചു ദേവർഗണം ചുറ്റും നിന്നു വെളിച്ചമേറ്റു പുലരും ലോകപ്പൊരുൾകാശമേ തിങ്കൾ ഗംഗയും ആദിശേഷരമരുന്ന കേശവേരാപുരം കൊണ്ടീ ലോകമതാകെ യാപചൊരിയും അങ്ങനെ നോക്കേണമേ കാഗോളം വിഷമാഹരിച്ചു കളമോ പക്കം വരുത്തി സുതാൽ വന്നിടുന്നത് കാലുവാൻ അവനിയിൽ സാധിച്ചിടാ പോകുവാൻ ജന്മം കൊണ്ടതു തന്നെയും അരുളതാൽ ഉള്ളാലെയുണ്ണാൻ ഹര. അപ്പൊ ഇങ്ങനെ പല ശ്ലോകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തേവാരപദ്യങ്ങളെ ഇനിയും വളരെ സന്തോഷത്തോടുകൂടി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യോഗം കൂടെ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുകുലത്തിൽ ഈ ഒരു പഠനങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ഞാൻ അതിനൊരു വ്യാഖ്യാനം കൂടെ ഇതിന്റെ കൂടെ നിന്ന് എഴുതാന്നുള്ളൊരു എന്താ ശ്രമമാണ് പറയുന്നത്. ഈ ശരിക്കും ഈ ശ്രമത്തില് ഈ ഒരു നായയുടെ ശ്രമം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ശ്രമം ആരും നടത്തി തരത്തില്ല. ആളെ അന്നേരം തന്നെ തട്ടിയെടുത്തുകൊണ്ട് യമന്റെ അടുക്ക കൊണ്ടുപോകും. ആരാണ് മാർക്കണ്ഡേയന് മുക്തി കൊടുത്ത ആരാണ്? ശിവൻ. അപ്പൊ അതുകൊണ്ട് ശിവന്റെ അടുക്ക കളിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. വലിയ കാര്യങ്ങളൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അത് പൊക്കിയെടുത്തോണ്ടൊക്കെ പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേവാരപദ്യങ്ങളെ ഞാൻ പറഞ്ഞില്ല 5 പദ്യങ്ങളായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. മറ്റേ ഗുരുവിനോട് ചോദിച്ചിട്ടാണോന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില സ്വരൂപ സംരചന വെച്ചിട്ട് മാറ്റിയിരിക്കുന്നതാണ്. 1-ാം പദ്യം എന്ന് പറഞ്ഞാൽ നയനാർ പദ്യം ക്ഷേത്ര സംബന്ധമാണ്. ക്ഷേത്രത്തിന്റെ അല്ലേ ഞാനോദയമേ ഞാതുരുവേ നാമാതിയില നർക്കതിയെ യാനോ നീയോ യാതിപരം യാതായി വിടുമോ പേച്ചായെ തേനാത്തില്ലേ ചീരടിയാർ തേടും നാടാം അരുമാനൂർ കോനെ മാനേർ വിഴിഭാഗം കൊണ്ടായി നയിനാർ നായകമേ ആൾവായ് നീയൻ ആവിയൊട് യാക്കൈ പൊരുൾമും മലമുതിരും തേൽവാ ഇടയറ്റിരിയാമ ദേവേ കാവായ് പെരിയോവേ നാൾവാടന്തം നരുനരന നെരുക്കിൻറതു പാരരുമാനൂർ നാൾവാണിൻറാടാരായോ നാഥാ നയിനാർ നായകമേ. ഇങ്ങനെ ക്ഷേത്ര സംബന്ധമായിട്ട് ശിവനെ നമ്മുടെ കയ്യിൽ കൊണ്ട് പിടിപ്പിക്കുന്ന തരത്തിലാണ് 1-ാമത്തെ പദ്യം. അതുകൊണ്ട് 1-ാമത്തെ പദ്യത്തിന്റെ പേര് ചര്യാമാർഗമാണ്. ശിവനെ ഇങ്ങനെ കാണുകയാണ്. ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. ശൈവ സിദ്ധാന്തത്തിന്റെ പടികളുണ്ട്. ഓരോ പടികളിലും ഓരോ മുക്തിയുണ്ട്. ഇപ്പൊ വേദാന്തം പോലെയുള്ള ഓരോ പടികളിലും മുക്തിയുണ്ട്. ആദ്യത്തെ മുക്തിയുടെ പേരെന്താണ്? സാലോക്യ മുക്തി. ഇപ്പൊ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരുടെ കാലിൽ വെള്ളം ഒഴിക്കുക. ഇപ്പൊ പൂജാരിയുടെ തിരിച്ചാണ്. പൂജാരിയുടെ കാലില് ഭക്തൻ പോയി വെള്ളം ഒഴിക്കുക. അങ്ങനെയല്ല. ശരിക്കും ശൈവ സിദ്ധാന്തം പറയുന്നത് എന്താണ്? പൂജാരിയെ വെള്ളം ഒഴിക്കാനല്ല പറയുന്നത്. പൂജാരി വന്ന് ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നവരൊക്കെ വന്നിട്ട് ആരുടെ വെള്ളം ഒഴിക്കണം? വരുന്ന ഭക്തന്റെ കാല് കഴുകി കൊടുക്കണം. അവന് വേണ്ടതെല്ലാം കൊടുക്കണം. അതല്ലേ പൂക്കൾ പേർത്തുകൊണ്ട് വാതുക്കൾ കൊണ്ട് വെക്കണം. പിന്നെ അതുപോലെ ക്ഷേത്രത്തിൽ ആവശ്യമുള്ള എല്ലാം ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം. എല്ലാ വിടുപണികളും ദാസമാർഗം എന്നാണ് ഇതിന് പറയുന്ന പേര്. എന്റെ പേരെന്താണ്? ദാസമാർഗം. ദാസമാർഗം എന്ന് പറയുന്നത് എന്താണ്? ദാസപ്പണി ചെയ്യണം. ഗുരുകുലത്തിലൊക്കെ കുറച്ച് ദാസപ്പണിയാണ്. ഹോമം ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള പണി വർഷങ്ങളായിട്ട് നമ്മൾ ഹോമം ചെയ്യും. അപ്പൊ അത് ദാസപ്പണിയാണ്. കല്ലെടുത്തുകൊണ്ട് വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കമ്പ് വെട്ടണം. ഈ ദാസപ്പണി എന്ന് പറയുന്നത് ചര്യാമാർഗമാണ്. അപ്പൊ ചര്യാമാർഗം ചെയ്തെങ്കിലേ ഉള്ളിന്റെ ഉള്ളൊരു ക്ലീനിങ് വരത്തുള്ളൂ. ഇപ്പൊ സ്ത്രീകള് ചര്യാമാർഗമുള്ള സമയത്ത് പണ്ടത്തെ അമ്മമാര് ഒരു നാമജപം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവരുടെ മുഖത്ത് കണ്ട നല്ലൊരു ഐശ്വര്യമായിരുന്നു. ഇപ്പൊ ചര്യാമാർഗം ഇല്ലാത്തതുകൊണ്ട് മുഖത്ത് കണ്ട ഭയങ്കര പേടിയാണ് ശരിക്കും പറഞ്ഞു. ഇപ്പൊ കിച്ചൺലെസ് വീടുകൾ വരികയാണ്. ഇപ്പൊ ചര്യാമാർഗം മുഴുവൻ പോയി കിട്ടും. ഇപ്പൊ ഏതാണ്ട് ഒരു കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ പാത്രം കഴുകിയല്ല നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിക്കുമെന്ന് അമേരിക്കയിലെ സൈക്കോളജിക്കൽ അസോസിയേഷൻ പഠനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ചര്യാമാർഗത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഈ ചര്യാമാർഗങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന പതികമാണ് ഏതെന്ന് പറയുന്നത് 1-ാം പതികം. നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ശിവനെ നമ്മളിപ്പോ ഏത് പതികത്തിലാണ് നിൽക്കുന്നത്? ചര്യാമാർഗ പതികത്തിലാണ്. നയനാർ പതികം എന്ന് പറഞ്ഞാൽ ചര്യാമാർഗ പതികമാണ്. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്തിരിക്കുന്നവനെ കണ്ടിട്ടും കാണാത്ത പോലെയൊക്കെ പോവുക ചര്യാമാർഗത്തിന് വിരുദ്ധമാണ്. ശരിയും കണ്ടവനെയൊക്കെ ഒന്ന് നമസ്കരിക്കുക. അപ്പൊ അത് തലശ്ശേരിക്കാരൊക്കെ പറഞ്ഞ ആട്ടിക്കൊണ്ടിരിക്കുന്ന കൈക്കൊരു സല്യൂട്ട് എന്ന് പറയാൻ എന്താണ്?
നിങ്ങൾ കൈവാട്ടിക്കൊണ്ടൊക്കെ പോയില്ലേ? വേറെ സ്ട്രെയിനൊന്നും ഇല്ല. ഇങ്ങനൊന്ന് കൈ പൊക്കിയാൽ മതി. നഷ്ടമല്ല ഉണ്ടോ? സാമ്പത്തിക നഷ്ടമില്ല, ധനനഷ്ടമില്ല, ഒന്നുമില്ല. എന്താ നാട്ടിക്കൊണ്ടിരിക്കുന്ന കൈക്ക് എന്ത് ചെയ്യുക? ഒരു സല്യൂട്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മളെല്ലാവരെയും കണ്ട് കേട്ട് അറിഞ്ഞു പോകുന്ന തരത്തിലാണ് ചര്യാമാർഗപതികം വരുന്നത്. അപ്പൊ അതുകൊണ്ട് വൃദ്ധരെയൊക്കെ സംരക്ഷിക്കാൻ ഒരു വൃദ്ധ സദനം പണ്ട് ആവശ്യമില്ലായിരുന്നു. എന്താണ്? ചര്യകളെ ഒരു മാർഗമായിട്ട് വീടുകളിൽ കരുതിയിരുന്നു. അങ്ങനെയുള്ള ഒരു മൂല്യങ്ങളുള്ള ഒരു തലമുറ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലാതായി പോകുമ്പോഴാണ് നമ്മൾ പലതിനും ഇപ്പൊ ആധ്യാത്മികത വലിയ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് അവിടെ മാത്രം കിട്ടുന്ന സംഭവമായിട്ട് മാറും. ഇതങ്ങനെയല്ല. ഗുരു കൊണ്ടുവരുന്ന ഗുരുവിന്റെ ആധ്യാത്മികത നിങ്ങളുടെ വീടുകളിലേക്ക് പോവാണ്. പൊങ്കാല ഇടുന്ന മാത്രം ആധ്യാത്മികത അതൊന്നും അല്ല. നിങ്ങള് ശിവനാണ്. എന്താണ്? ഉള്ളിന്റെ ഉള്ളിൽ ലിംഗപ്രതിഷ്ഠ ചെയ്ത് മേലിളകാതെ മെഴുകുട്ടുറപ്പിത്തതിന് ദൈവമേ. അപ്പൊ ശരിക്കും ഉള്ളിലിരിക്കുന്നത് ശിവലിംഗമാണ്. ഉള്ളം പെരുങ്കോവിൽ ഉന്നോടം പാലയം വള്ളർ പിരാനാർക്ക് വായ്കോ പുരവാസൽ തെളിവാർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൈനൈന്ത് കാളമണി വിളം. കള്ളപ്പുലയന്മാരാണ് ആരാണ്? ഇന്ദ്രിയങ്ങളായിട്ടുള്ള പുലയന്മാർ നിങ്ങളെ അടിച്ച് ഓടിക്കുന്നതിന്, നിങ്ങളെ കൊണ്ടുവന്ന് ആത്മഹത്യ പോലെ ചെയ്യിപ്പിക്കാൻ ആർക്ക് പറ്റും? കള്ളപ്പുലയന്മാർക്ക് പറ്റും. കള്ളപ്പുലയൻ. അപ്പൊ അവരെ ഒക്കെ മാറ്റിയിട്ട് ഉള്ളം പെരുങ്കോവിലായിട്ട് കരുതുക. തെളിവാർക്ക് എന്താണ്? ജീവൻ ശിവലിംഗമായിട്ട് മാറണം എന്നാണ് ആര് പറയുന്നത്? തിരുമന്ദിരത്തിൽ പറയുന്നത്. അപ്പൊ തെളിവാർക്ക് ജീവൻ ശിവലിംഗം. അപ്പൊ അങ്ങനെ ശിവലിംഗമാകുന്ന തരത്തില് ഫസ്റ്റ് പടിയാണ് ചര്യാമാർഗ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പടി, അതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ പടിയിലേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറുക. അപ്പൊ ഗുരു പറയുന്നത് പുതിയ പൂവ് പറിച്ചു ഭവാനെ. രണ്ടാം പതികം ക്രിയാമാർഗ പതികമാണ്. മൂന്നാം പതികം അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യോഗം. ആമോദവും ആമിന്ദം അകാമന്ദിരം എല്ലാ ഉയരും നിന്നുയർ പറഞ്ഞു തീർന്നു. നാലാം പതികം അതിന്റെ അതോടുകൂടി അതിന്റെ ശിവസായുജ്യാണ്. വാനറ്റ് മണ്ണിര പെരുപ്പറ്റെല്ലാം ആയി. അഞ്ചാം പതികം എന്താണ്? ചത്തെന്നൊല്ലി അജത്തുമങ്ക സത്ത് അസത്ത്. പൂരണ സത്തിൽ അജർപാദമറ്റ്, പൂർണ്ണ സത്തിൽ അസത്ത് ഇല്ലാതായി. സത്ത് അസത്ത് എന്നുള്ള ഭേദങ്ങൾ വേദാന്തത്തിന്റെ ഏറ്റവും കാമ്പായിട്ടുള്ള അത് 1 മുതൽ 4 വരെയുള്ള പതികങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് 5-ാമത് ഞാൻ ഏത് സമയത്ത് തുടങ്ങിയാലും ഏത് സമയത്ത് നിർത്താനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രഭാഷണമാണ്, ഗാനങ്ങൾ, ഒരു നല്ല കഥാപ്രസംഗം പോലെ അതിമനോഹരമായിട്ട് ഈ അവതരിപ്പിച്ചതിന് സുഭാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് കൃത്യം 1 മണിക്ക് നിർത്താൻ കഴിയുന്നതാണ് വലിയ ഭാഗ്യം. കാരണം 4-ാമത്തെ പ്രബന്ധം ഇല്ല. 4-ാമത്തെ പ്രബന്ധം ഇന്ന് അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആൾ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 1 മണിക്ക് നിർത്താൻ കഴിയുന്നു. ഈ പ്രബന്ധത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സെൽഫ് എക്സ്പ്ലിസിറ്റ് ആണ്. വളരെ കൃത്യമായിട്ട് സ്വയം അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നിൽ വിരിഞ്ഞു വന്ന പൂ വിരിയുന്ന പോലെ വിരിഞ്ഞ പ്രബന്ധമാണ്. വളരെ സന്തോഷം. എല്ലാ പ്രബന്ധങ്ങളും 3 പ്രബന്ധങ്ങളും വളരെ നന്നായിരുന്നു, മനോഹരമായിരുന്നു. അതിൽ ഈ പ്രബന്ധത്തിനകത്ത് നമുക്ക് ഒരുപാട് വിശദീകരണങ്ങൾ മാത്രമല്ല ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു വന്ന ഒരു അഡീഷണൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. വളരെ സന്തോഷം സുഭാഷ്. നമുക്കിനി ഇതിന്റെ ബാക്കി അടുത്ത കണ്ടിന്യൂ ചെയ്യാം. എന്താ ഈ തേവാരപ്പതികളെ കുറിച്ച്, ഗുരുവിന്റെ തമിഴ് കൃതികളെ കുറിച്ച് നമ്മൾ വേണ്ടത്ര പഠിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഗുരു നമ്മള് തമിഴ് കൃതികൾ അധികം പഠിക്കുന്നില്ല. അതെന്തായാലും തീർന്നു കിട്ടി. വളരെ സന്തോഷമായി. ഗുരുവിനും വളരെ സന്തോഷമായി കാണും. അത് ത്യാഗസ്വാമി ആണെങ്കിൽ തിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും മുതലേ ആസ്വദിച്ച് തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇതിന്റെ എല്ലാം ഒരു അവലോകനം വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് 4:30 മണി സമയത്തേക്ക് ഒരു 3:30 നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഈ ചർച്ച ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ആവാം. ഇതിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാണെങ്കിൽ അതാവാം. പക്ഷെ സമയം വളരെ കുറച്ച് സമയം എടുക്കാവുന്നതിൽ 4:30 മുതൽ 1 മണിക്കൂറേ നമുക്കുള്ളൂ. അല്ലാതെ അതങ്ങനെ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് 4 മണിക്ക് ഈ അവലോകനം നമുക്ക് ചെയ്യുന്നത് ബ്രഹ്മചാരി രാജനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്.